ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2024 ഒക്ടോബർ മാസം കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. എന്റെ പേര് അശ്വിനെ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ പോയിന്റ് ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ റൈറ്റേഴ്സ് വില്ലേജ്. എന്താണ് റൈറ്റേഴ്സ് വില്ലേജ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എന്ന് ചോദിച്ചേക്കാം. ഡെറാഡൂണിലാണ്. എവിടെയാണ്? ഡെറാഡൂൺ പഠിച്ചു വയ്ക്കുക. റൈറ്റേഴ്സ് വില്ലേജ്, ഇന്ത്യയിലെ ആദ്യത്തെ റൈറ്റേഴ്സ് വില്ലേജ് എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 85 ആയി. റംസാർ സൈറ്റുകളുടെ നിലവിലെ എണ്ണം എത്രയാണ്? 85 ആണ്. പുതിയതായിട്ട് ഉൾപ്പെട്ട റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, നഞ്ചരായൻ പക്ഷി സങ്കേതം. എന്താണ്? നഞ്ചരായൻ പക്ഷി സങ്കേതം തമിഴ്നാട്ടിലുള്ളതാണ്. തമിഴ്നാട്. നഞ്ചരായൻ പക്ഷി സങ്കേതം തമിഴ്നാട്. പിന്നെ കസുവേലി പക്ഷി സങ്കേതം, അതും തമിഴ്നാട് തന്നെ. കസുവേലി പക്ഷി സങ്കേതം എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. കസുവേലി പക്ഷി സങ്കേതം തമിഴ്നാട്. പിന്നെ തവ റിസർവോയർ, മധ്യപ്രദേശിലെ തവ റിസർവോയർ ഉണ്ട്. തവ റിസർവോയർ മധ്യപ്രദേശിലാണ്. അങ്ങനെ 3 എണ്ണം പുതിയതായിട്ട് വന്നു. മുമ്പ് 82 എന്നുള്ളത്, ഇപ്പോൾ റംസാർ സൈറ്റുകളുടെ എണ്ണം 85 ആയി. അങ്ങനെ തമിഴ്നാട്ടിലെ 2 എണ്ണം വന്നപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനമായിട്ട് തമിഴ്നാട് മാറി. കാരണം 2 എണ്ണം പുതിയത് വന്നു. മുമ്പ് 16 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഉത്തർപ്രദേശ് ആയിരുന്നു 17 എണ്ണവുമായി 1ാം സ്ഥാനത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശ് 2ാമതാണ്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം നിലവിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇത് തമിഴ്നാടാണ്. 18 എണ്ണം. ഇന്ത്യയിലെ ആദ്യ കോൾ ഗാലറി പഠിച്ചു വയ്ക്കുക. ഏതാണ്? കോൾ ഗാലറി നാഷണൽ സയൻസ് സെന്റർ ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ഗാലറി ആരംഭിച്ചത്. അടുത്തത്, പ്രധാനമന്ത്രി വൻബന്ധു കല്യാൺ യോജന. വനം കേട്ടോ, വൻബന്ധു, വനത്തിന്റെ ബന്ധു അല്ലെ, വൻബന്ധു. അപ്പോൾ പ്രധാനമന്ത്രി വൻബന്ധു കല്യാൺ യോജന, അതിന്റെ ഉപഭോക്താക്കൾ ആരാണ് എന്ന് ചോദിച്ചേക്കാം. വൻബന്ധു, വനം അല്ലെ. പഠിച്ചു വയ്ക്കുക. ഗോത്രവിഭാഗമാണ്. പ്രധാനമന്ത്രി വൻബന്ധു കല്യാൺ യോജന ഗോത്രവിഭാഗമാണ്. 2024 ഒക്ടോബറിൽ ലോക ആരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മലേറിയ മുക്തമായിട്ട് 2024 പ്രഖ്യാപിച്ചു. ആര് പ്രഖ്യാപിച്ചു? ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ഏത് രാജ്യത്തെ പ്രഖ്യാപിച്ചു? ഈജിപ്ത്. പഠിച്ചു വയ്ക്കുക. ഈജിപ്ത് എന്ന രാജ്യത്തെയാണ് ലോകാരോഗ്യ സംഘടന മലേറിയ മുക്ത രാജ്യമായിട്ട് 2024 ഒക്ടോബർ മാസം പ്രഖ്യാപിച്ചത്. അതുപോലെ 2024 ഒക്ടോബറിലെ അമേരിക്കയിൽ വൻ നാശനഷ്ടത്തിനിടയാക്കിയ ഒരു ചുഴലിക്കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്, അതാണ് ഹെലനെ ചുഴലിക്കാറ്റ്. പഠിച്ചു വയ്ക്കുക. ഹെലനെ ചുഴലിക്കാറ്റ് അമേരിക്ക. ബ്രിട്ടൻ കൈവശമായിരുന്ന ഏത് ദ്വീപ സമൂഹമാണ് മൗറീഷ്യസിനെ വിട്ടുകൊടുക്കാൻ ഉടമ്പടിയായത്? മൗറീഷ്യസിനെ ഒരു ദ്വീപ സമൂഹം വിട്ടുകൊടുത്തു. ദ്വീപസമൂഹം എന്ന് പറഞ്ഞാൽ എന്താ? ആർച്ചിപ്പെലഗോ അല്ലെ, ആർച്ചിപ്പെലഗോ ദ്വീപസമൂഹം. ആ ദ്വീപസമൂഹത്തെ ആര് വിട്ടുകൊടുക്കുന്നു? ബ്രിട്ടൻ മൗറീഷ്യസിന് വിട്ടുകൊടുത്തു. ഏതാണ് ദ്വീപസമൂഹം? അത് ചാഗോസ് ആണ്. ചാഗോസ് എന്ന ദ്വീപസമൂഹമാണ് ബ്രിട്ടൻ എന്ത് ചെയ്തത്? മൗറീഷ്യസിന് വിട്ടുകൊടുത്തത്. പഠിച്ചു വയ്ക്കാം. പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല, പകരം ഏത് രാജ്യക്കാരനാണെന്നാണ് DNA പരിശോധനയിലെ കണ്ടെത്തിയത്. അപ്പൊ ഈ അടുത്തായിട്ട് എന്ത് ചെയ്യുന്നു? DNA പരിശോധന ഫലം വരുന്നു. ഈ ക്രിസ്റ്റഫർ കൊളംബസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, യാത്രികനായ ക്രിസ്റ്റഫർ കൊളംബസ്, അദ്ദേഹം ഇറ്റലിക്കാരൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ പറയുന്നു ഇറ്റലിക്കാരനല്ല, പകരം എന്താണ്? DNA പരിശോധനയിൽ കണ്ടെത്തിയത് സ്പെയിൻകാരനായ ഒരു ജൂതനാണ് എന്നാണ്. എന്താണ്? സ്പാനിഷ് ആണ്, സ്പെയിൻകാരനായ ജൂതനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ലെബനിലെ ഹിസ്ബുള്ള നേതാവായ ഹസൻ നസ്രലാഹിനെ വധിക്കാൻ ഇസ്രയേൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ന്യൂ ഓർഡർ. പഠിച്ചു വയ്ക്കുക. ഓപ്പറേഷൻ ന്യൂ ഓർഡർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചേക്കാം. ഓപ്പറേഷൻ ന്യൂ ഓർഡർ എന്താണ്? ഈ ലെബനനിലെ ഹിസ്ബുള്ള നേതാവായ ഹസൻ നസ്രലാഹിനെ വധിക്കാനായിട്ട് ഇസ്രയേൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ന്യൂ ഓർഡർ. ലോകത്തിൽ ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ ഭേദപ്പെടുത്തിയ ചികിത്സാ രീതി കണ്ടെത്തിയ ആദ്യ രാജ്യമാണ് ചൈന. ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ ആദ്യമായി ഭേദപ്പെടുത്തുന്ന തരത്തിലുള്ള ചികിത്സാ രീതി ആര് കണ്ടെത്തുന്നു? ചൈന കണ്ടെത്തി. പഠിച്ചു നോക്കിയ ലോകത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചികിത്സാ രീതി കണ്ടെത്തുന്നത്.
2024 ഒക്ടോബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ബ്രിട്ടനിലെ കോൾ പവർ പ്ലാന്റ് ആണ് റാറ്റ്ക്ലിഫ് ഓൺ സോർ. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ലൈൻ ആയിട്ടുള്ള റാറ്റ്ക്ലിഫ് ഇല്ലേ? യെസ്, റാറ്റ്ക്ലിഫ് പഠിച്ചു നോക്കിയാ. റാറ്റ്ക്ലിഫ് ഓൺ സോർ, റാറ്റ്ക്ലിഫ് ഓൺ സോർ. ഓക്കെ, റാറ്റ്ക്ലിഫ് ഓൺ സോർ എന്താ? കോൾ പവർ പ്ലാന്റ് ആണ്. ഇത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്തിരുന്നത് എന്ന് വേണമെങ്കിൽ ചോദിച്ചേക്കാം. അത് എവിടെയായിരുന്നു? ബ്രിട്ടനിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇത് 2024 ഒക്ടോബറിൽ എന്ത് ചെയ്യുന്നു? പ്രവർത്തനം അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് ഒരു കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അടുത്തത് 31ാമത് ആനുവൽ ബെസ്റ്റ് ബാങ്ക് അവാർഡിൽ എന്താണ്? ആനുവൽ ബെസ്റ്റ് ബാങ്ക് അവാർഡ് 31ാമത് ആനുവൽ ബെസ്റ്റ് ബാങ്ക് അവാർഡിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തെരഞ്ഞെടുത്തത് SBI ആണ്. SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ എന്ത് ചെയ്യുന്നു? 31ാമത് ആനുവൽ ബെസ്റ്റ് ബാങ്ക് അവാർഡ്സിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായിട്ട് തെരഞ്ഞെടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI. വാഷിംഗ്ടൺ DC-യിൽ നടന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോക ബാങ്കിന്റെയും സംയുക്ത യോഗത്തിനോടനുബന്ധിച്ച് അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ആണ് ഈ ഒരു തരത്തിലുള്ള 31ാമത് ആനുവൽ ബെസ്റ്റ് ബാങ്ക് അവാർഡ് രേഖപ്പെടുത്തുന്നത്. അത് അത്തരത്തിലാണ് അവരെല്ലാം കൂടി ചേർന്ന് സംയുക്തമായിട്ടാണ് SBI ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105 കേട്ടോ. ഹങ്കർ ഇൻഡെക്സ് അല്ലെ, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് അഥവാ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം പഠിച്ചു വെക്കുക, 105. ഒന്നാം സ്ഥാനത്ത് ബലാറസ് ആണ് ഹങ്കർ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം 105. 2024 ഒക്ടോബറിൽ ഫ്ലോറിഡയിൽ USA വൻ നാശനഷ്ടം വിധിച്ച ചുഴലിക്കാറ്റാണ് മിൽട്ടൺ ചുഴലിക്കാറ്റ്. മുമ്പ് അമേരിക്കയിൽ ഉണ്ടായ മറ്റൊരു ചുഴലിക്കാറ്റ് നമ്മൾ പഠിച്ചു, ഹെലനെ ചുഴലിക്കാറ്റ് അല്ലെ. ഇപ്പോൾ നിങ്ങൾ പഠിക്കുക 2024 ഒക്ടോബറിൽ ഫ്ലോറിഡയിൽ വൻ നാശനഷ്ടം വിധിച്ച മറ്റൊരു ചുഴലിക്കാറ്റാണ് മിൽട്ടൺ ചുഴലിക്കാറ്റ്. അപ്പൊ രണ്ടും ചോദിച്ചേക്കാം അല്ലെ. 2024 ഒക്ടോബറിൽ നമ്മുടെ അമേരിക്കയിൽ അഞ്ഞുവീശിയ ചുഴലിക്കാറ്റുകൾ ഏതെല്ലാം? താഴെ കുറെ ഓപ്ഷനുകൾ ഉണ്ടാവാം. അതിൽ നിന്നും വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഹെലനെയും മിൽട്ടണെയും രണ്ടും കൊടുത്തേക്കാം. രണ്ടും ശരി ഉത്തരങ്ങളായിട്ട് വരും. അടുത്തതായിട്ട് മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 ജേതാവ്. മിസ് യൂണിവേഴ്സ് ഇന്ത്യ കേട്ടോ, അതാണ് അവാർഡ്. മിസ് ഇന്ത്യ അല്ല, മിസ് യൂണിവേഴ്സ് അല്ല, മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 ജേതാവാണ് റിയ സിംഗ, ഗുജറാത്ത്. റിയ സിംഗ കേട്ടോ, റിയ സിംഗ ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. റിയ സിംഗ ഗുജറാത്ത് സ്റ്റേറ്റിലെ വ്യക്തിയാണ്. റിയ സിംഗ. എന്താണ് റിയ സിംഗയുടെ പ്രത്യേകത? മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024. അതോടൊപ്പം പഠിച്ചു വെക്കുക ഫെമിന മിസ് ഇന്ത്യ 2024. ഫെമിന മിസ് ഇന്ത്യ 2024 നികിത പോർവാൾ മധ്യപ്രദേശിൽ നിന്നുമാണ് കേട്ടോ. നികിത പോർവാൾ ആണ് മിസ് ഇന്ത്യ പട്ടം കിട്ടിയത് കേട്ടോ. ഫെമിന മിസ് ഇന്ത്യ 2024 നികിത പോർവാൾ മധ്യപ്രദേശ്. അടുത്തതായി എയർ ക്വാളിറ്റി ഇൻഡെക്സ് കേട്ടോ. എയർ ക്വാളിറ്റി ഇൻഡെക്സ് പുറത്തുവിട്ട പട്ടിക പ്രകാരം ലോകത്തെ ഏറ്റവും മലിനമായ സ്ഥലം, നഗരം എന്നുള്ളത് ഏതാണ്? ലാഹോറിനെ തെരഞ്ഞെടുത്തു. ലാഹോർ, ഏറ്റവും മലിനമായ നഗരം ലാഹോർ ആണ്. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ധാന കേട്ടോ. ധാന 2024 ബംഗാൾ ഉൾക്കടലിലെ 2024 ഒക്ടോബർ മാസം ബംഗാൾ ഉൾക്കടലിൽ അഞ്ഞുവീശിയ ചുഴലിക്കാറ്റാണ് ഏത്? ധാന ചുഴലിക്കാറ്റ്. ഇതിന് പേര് കൊടുത്തത് ഖത്തറാണ് ധാന ചുഴലിക്കാറ്റിനെ പേര് കൊടുത്തത്. ആകാശത്ത് ദൃശ്യമായ 80,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ദൃശ്യമാകുന്ന വാൽ നക്ഷത്രം ഈ അടുത്ത് ദൃശ്യമായിട്ടുണ്ടായിരുന്നു. ഷുജിൻഷാൻ അറ്റ്ലസ് എന്നുള്ളതാണ്. ഷുജിൻഷാൻ അറ്റ്ലസ് എന്താണ്? ഷുജിൻഷാൻ അറ്റ്ലസ് 2024 ദൃശ്യമായ 80,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ദൃശ്യമാകുന്ന വാൽ നക്ഷത്രത്തിന്റെ പേരാണ് ഷുജിൻഷാൻ അറ്റ്ലസ്. പഠിച്ചു വയ്ക്കുക. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ നിന്നും നാസ കണ്ടെത്തിയ, അപ്പൊ ഷാരോൺ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? പ്ലൂട്ടോ അല്ലെ. പ്ലൂട്ടോ നവഗ്രഹങ്ങളിൽ നിന്നും ഒക്കെ ഒഴിവായി പോയിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ ഇപ്പൊ 8 ഗ്രഹങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോ പുറത്തു പോയെങ്കിലും പ്ലൂട്ടോ എന്ന ഗ്രഹത്തിന്റെ ഉപഗ്രഹമായ ഷാരോണിൽ നിന്നും നാസ കണ്ടെത്തിയ മൂലകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. 2 മൂലകങ്ങൾ കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ പെറോക്സൈഡും എവിടെ നിന്ന് കണ്ടെത്തി? പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ നിന്നും. ആര് കണ്ടെത്തി? നാസ കണ്ടെത്തി. സൂര്യന് സമീപമുള്ള ബെർണാഡ്സ് സ്റ്റാർ ആരാണ്? ബെർണാഡ്സ് സ്റ്റാർ കേട്ടോ. ബെർണാഡ്സ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന കുഞ്ഞൻ ഗ്രഹം ഏതാണ്? ബെർണാഡ് ബി.
ഡിയാൻ എളുപ്പമായല്ലോ അല്ലെ. ബെർണാഡ്സ് സ്റ്റാർ എന്താണ്? സൂര്യന് സമീപമുള്ള ഒരു നക്ഷത്രമാണ് ബെർണാഡ്സ് സ്റ്റാർ. അതിനെ ചുറ്റുന്ന ആ ഒരു ബെർണാഡ് സ്റ്റാറിനെ ചുറ്റുന്ന ഒരു കുഞ്ഞൻ ഗ്രഹമാണ് ബെർണാഡ് ബി കേട്ടോ, ബെർണാഡ് ബി. 4 യാത്രികരുമായി മാസങ്ങളോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്ന നാസയുടെ ദൗത്യമാണ് സ്പേസ് എക്സ് ക്രൂ 8. ഏതാണ്? സ്പേസ് എക്സ് ക്രൂ 8 കേട്ടോ, സ്പേസ് എക്സ് ക്രൂ 8. മനുഷ്യരും മൃഗങ്ങളും ഉൾപ്പെടെ ജീവനുള്ളവയുടെ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ പകർത്തുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടമാണ് താലിബാൻ കേട്ടോ. താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടമാണ്, നിങ്ങൾക്കറിയാം. അവരെന്ത് ചെയ്തു? പുതിയതായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. മനുഷ്യരെയും മൃഗങ്ങളെയും ഉൾപ്പെടെ ജീവനുള്ളവയുടെ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ പകർത്തുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും എന്ത് ചെയ്യുന്നു? മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. അപ്പോൾ അത് ഏത് രാജ്യമാണ്? അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടമാണ്. 95 വർഷം മുൻപ് അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച VA മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ ബഹുവിശേഷ വിനോദ കീർത്തനം നൂതന കിസ. ഏതാണ്? നൂതന കിസ എന്ന കൃതിയുടെ മലയാള മൊഴിമാറ്റമാണ് തിരുവിതാംകൂർ മാല. പഠിച്ചു നോക്കിയാൽ തിരുവിതാംകൂർ മാല, തിരുവിതാംകൂർ മാല. തിരുവിതാംകൂർ മാല എന്നത് എന്താണ്? അതെന്താണ്? VA മുഹമ്മദ് മുസ്ലിയാർ അറബി മലയാളത്തിൽ 95 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ബഹുവിശേഷ വിനോദ കീർത്തനമായ നൂതന കിസ എന്ന കൃതിയുടെ മലയാള മൊഴിമാറ്റമാണ് തിരുവിതാംകൂർ മാല. അബ്ദുൾ മജീദ് നദ്വിയാണ് ഈ ലിപി മാറ്റം വരുത്തിയത് കേട്ടോ. അബ്ദുൾ മജീദ് നദ്വിയാണ് ലിപി മാറ്റം നടത്തിയത്. ലളിതാംബിക അന്തർജന സാഹിത്യ പുരസ്കാര ജേതാവ് 2024 കിട്ടിയത് സന്ധ്യ ജയേഷ് പുളിമാത്ത്. സന്ധ്യ ജയേഷ് പുളിമാത്ത് പഠിക്കുക. സന്ധ്യ ജയേഷ് പുളിമാത്തിനാണ് 2024 ലളിതാംബിക അന്തർജന സാഹിത്യ പുരസ്കാരം നേടിയത്. ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരം പഠിച്ചു വയ്ക്കുക. സീസർ പുരസ്കാരം ആര് കൊടുക്കുന്ന? ഫ്രാൻസ് കൊടുക്കുന്നതാണ്. ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയാണ് സീസർ പുരസ്കാരം. ഇത് നേടിയ ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടിയാണ് ജൂലിയ റോബർട്ട്സ്. ജൂലിയ റോബർട്ട്സ് 2024 ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജൂലിയ റോബർട്ട്സിനാണ്. ജൂലിയ റോബർട്ട്സ്. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാര ജേതാവായ ലോക്സഭാ അംഗം NK പ്രേമചന്ദ്രൻ. പഠിച്ചു വയ്ക്കാം. മികച്ച പാർലമെന്റേറിയന് കൊടുക്കുന്ന പുരസ്കാരമാണ് TM ജേക്കബ് സ്മാരക പുരസ്കാരം. ഇത് 2024 ലഭിച്ചത് ആർക്കാണ്? NK പ്രേമചന്ദ്രനാണ്. 2023 NV സാഹിത്യ പുരസ്കാര ജേതാവാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ്. പഠിച്ചു വയ്ക്കാം. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിക്ക് എന്ത് കിട്ടുന്നു? 2023 അത് 2024 പ്രഖ്യാപിച്ചത്. 2023 NV സാഹിത്യ പുരസ്കാര ജേതാവ് കേട്ടോ. 2023 NV സാഹിത്യ പുരസ്കാര ജേതാവ് ലഭിച്ചത് ജേതാവ് ആരാണ്? അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് ആണ്. ഗവേഷണ രംഗത്തുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ കൈരളി റിസർച്ച് പുരസ്കാരങ്ങളിൽ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ജേതാവായത് ആരാണ്? ചാത്തനാത്ത് അച്യുതനുണ്ണി ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ, PP ദിവാകരൻ സയൻസ് വിഭാഗത്തിൽ, KP മോഹൻ സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ. 3 പേർക്ക്. അപ്പൊ പഠിച്ചു വയ്ക്കുക. എന്താണ്? കൈരളി റിസർച്ച് പുരസ്കാരങ്ങൾ, പ്രഥമ കൈരളി റിസർച്ച് പുരസ്കാരങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്നാണ്. കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 2024 ആദ്യമായിട്ട് കൊടുത്തതാണ്. അത് ലഭിച്ചത് 3 പേർക്കാണ്. ഒന്ന് ചാത്തനാത്ത് അച്യുതനുണ്ണി, അദ്ദേഹത്തിന്റെ മേഖല ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആണ്. അടുത്തത് PP ദിവാകരൻ. PP ദിവാകരന്റെ മേഖല സയൻസ് ആണ്. KP മോഹനൻ മേഖല ഏതാണ്? സോഷ്യൽ സയൻസ് ആണ്. 3 പേർക്ക് ലഭിച്ചു. 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 2022 ജേതാവ് മിഥുൻ ചക്രബർത്തി. പഠിച്ചു നോക്കിയാൽ മിഥുൻ ചക്രബർത്തി ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അല്ലെ. ഫാൽക്കെ അവാർഡ് ചോദിക്കാറുള്ളതാണ്. 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇത് 2024 പ്രഖ്യാപിച്ചത്. 2022 പ്രഖ്യാപിക്കേണ്ടതാണ്. 2024 പ്രഖ്യാപിച്ചത്. മിഥുൻ ചക്രബർത്തിയാണ്. മിഥുൻ ചക്രബർത്തി 1976 തന്റെ ആദ്യ ഹിന്ദി ചിത്രമായ മൃഗയയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആർക്ക്? മിഥുൻ ചക്രബർത്തിക്ക്. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. നിങ്ങൾക്കറിയാം. ഹൈദരാബാദ് കേന്ദ്രമായുള്ള നവീന കലാ സാംസ്കാരിക കേന്ദ്രം നൽകുന്ന 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്?
കുഴൂർ വിൽസന് എന്ത് കിട്ടുന്നു? OV വിജയൻ സാഹിത്യ പുരസ്കാരം 2024 ലഭിക്കുന്നു. 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവാണ് കുഴൂർ വിൽസൺ. ഈ OV വിജയൻ സാഹിത്യ പുരസ്കാരം നൽകുന്നത് ആരാ? ഹൈദരാബാദ് കേന്ദ്രമായിട്ടുള്ള നവീന കലാ സാംസ്കാരിക കേന്ദ്രം നൽകുന്ന പുരസ്കാരമാണ് OV വിജയൻ സ്മാരക പുരസ്കാരം. ഈ OV വിജയൻ സാഹിത്യ പുരസ്കാരം 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം നേടിയത് ആർക്കാണ്? കുഴൂർ വിൽസൺ ആണ് നേടിയത്. ഇന്ന് ഞാൻ നാളെ നീ എൻ്റെ അപ്പൻ എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡിനെ അർഹമാക്കിയത്. എന്താണ്? ഇന്ന് ഞാൻ നാളെ നീയാൻ്റെ അപ്പൻ. എന്താണ്? ഇന്ന് ഞാൻ നാളെ നീയാൻ്റെ അപ്പൻ എന്ന കവിതാ സംഹാരത്തിനാണ് ഈ ഒരു OV വിജയൻ സാഹിത്യ പുരസ്കാരം കുഴൂർ വിൽസന് ലഭിച്ചത്. അടുത്തതായിട്ട് ആ NV സാഹിത്യ പുരസ്കാരം കൊടുത്ത കാര്യം പറഞ്ഞല്ലോ. ആർക്ക് കിട്ടിയത് ഓർമ്മയുണ്ടോ? നമ്മുടെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി അല്ലെ. ഈ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിക്ക് ഏത് കൃതിക്കാണ് ഈ NV പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീ ചിത്രഗാഥ. എന്താണ്? ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീ ചിത്രഗാഥ എന്ന കൃതിക്കാണ്. ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീ ചിത്രഗാഥ എന്ന കൃതി രചിച്ചതാരാണ്? അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായാണ്. അവർക്കാണ് NV സാഹിത്യവേദിയുടെ 2023 NV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഓൾറെഡി പഠിച്ചതാണ്, കൃതി നോട്ട് ചെയ്ത് വെക്കാം. യുവ വൈജ്ഞാനിക എഴുത്തുകാർക്കുള്ള ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം 2023 പ്രഖ്യാപിച്ച 24 ലഭിച്ചത് ആർക്കാണ്? യു ആതിര പഠിച്ചു വയ്ക്കുക. എന്ത് പുരസ്കാരം ലഭിച്ചത്? മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം. മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരമാണ് യു ആതിരയ്ക്ക് ലഭിച്ചത്. അവരുടെ കൃതിയാണ് മഞ്ഞുരുകുമ്പോൾ. യു ആതിരയുടെ കൃതിയാണ് മഞ്ഞുരുകുമ്പോൾ യു ആതിര. ഏതാണ് പുരസ്കാരം? മുണ്ടശ്ശേരി പുരസ്കാരം 2023. 2024 IAF വേൾഡ് സ്പേസ് അവാർഡ് ജേതാവ് S സോമനാഥ് ആണ്. ISROയുടെ മുൻ ചെയർമാൻ ആയിട്ടുള്ള S സോമനാഥ് അല്ലെ. S സോമനാഥിന് 2024 IAF വേൾഡ് സ്പേസ് അവാർഡ് ലഭിച്ചു. ഒരുപാട് അവാർഡുകൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഉറപ്പായിട്ടും ഇത് നേരിട്ട് ഇനി ചിലപ്പോ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിച്ചില്ലെങ്കിൽ പോലും പലപ്പോഴും സാംസ്കാരികം, കല, കായികം, സാഹിത്യം ആ ഭാഗത്തൊക്കെ ചോദ്യങ്ങളിലേക്ക് ഇതെല്ലാം പ്രതീക്ഷിക്കാം കേട്ടോ. മറ്റു ടോപ്പിക്കുകളിൽ പോലും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡയറക്ട്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചില്ലെങ്കിൽ പോലും. അപ്പൊ ഈ അവാർഡുകളെല്ലാം മനസ്സിൽ ഇരുത്തി പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും കാണുക, റിവൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത പോയിന്റ്, ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓണററി ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി. ഏതാണ്? ഓണററി ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി. അത് പേര് തന്നെ ഫിജി ഉള്ളതുകൊണ്ട് ഫിജി എന്ന രാജ്യത്തിന്റെയാണ് എന്ന് മനസ്സിലാവും. അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ്. ഓക്കെ, അത് നേടിയ ഇന്ത്യക്കാരനാണ് ശ്രീ രവിശങ്കർ. പഠിച്ചു വയ്ക്കുക. ശ്രീ രവിശങ്കറിന് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചു. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് നൽകുന്ന 48ാമത് വയലാർ പുരസ്കാര ജേതാവ് ഇദ്ദേഹം അറിയാം നിങ്ങൾക്ക്. ആരാണ്? അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിലിന്റെ കൃതിയുടെ പേര് കാട്ടൂർ കടവ് എന്ന നോവലിനാണ് ലഭിച്ചത്. കാട്ടൂർ കടവ് എന്ന നോവലിന് അശോകൻ ചെരുവിലിനെ എന്ത് അവാർഡ് കിട്ടിയ? പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള 48ാമത് വയലാർ പുരസ്കാരം. 48ാമത് വയലാർ പുരസ്കാര ജേതാവ് അശോകൻ ചെരുവിൽ. മറക്കരുത്, വയലാർ അവാർഡ് ആർക്ക് ലഭിച്ചു? അശോകൻ ചെരുവില് കാട്ടൂർ കടവ് എന്ന നോവലിനാണ് 48ാമത് വയലാർ പുരസ്കാരം 2024 ലഭിച്ചത്. 16ാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? റഷ്യയിലെ കസാനാണ്. നമ്മളിത് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെ? ആലപ്പുഴ. ശാസ്ത്രോത്സവമാണ് കേട്ടോ. ശാസ്ത്രോത്സവം 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി ആലപ്പുഴ. ആസിയാൻ ഉച്ചകോടി 2024 വേദി എവിടെയാണ്? വിയന്റൈൻ ലാവോപിഡിയാറിലെ വിയന്റൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. വിയന്റൈൻ പഠിച്ചു വയ്ക്കുക. വിയന്റൈൻ എവിടെയാണ്? ആസിയാൻ ഉച്ചകോടി 2024 വേദിയാണ് വിയന്റൈൻ. പഠിച്ചു വയ്ക്കുക. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേള 2024 വേദിയാണ് കൊച്ചിയിൽ വെച്ചാണ് സംസ്ഥാന സ്കൂൾ കായികമേള. ഒളിമ്പിക്സ് രീതിയിലാണ് ഈ പ്രാവശ്യം സംഘടിപ്പിച്ചത്. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേള 2024 വേദി കൊച്ചി. സംസ്ഥാന സ്കൂൾ കലോത്സവം 2024-25 വേദി തിരുവനന്തപുരം അല്ലെ. തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുമ്പ് ക്ലാസ്സുകളിൽ. 2024 ഒക്ടോബറിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO
ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. അതിന്റെ സമ്മിറ്റ് വേദിയാണ് ഇസ്ലാമാബാദ്, പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ്. പഠിച്ചു വെക്കുക. 2024 ഒക്ടോബറിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ വേദി ഇസ്ലാമാബാദ്, പാകിസ്ഥാനിലെ സാധാരണയായിട്ട് അത്തരത്തിലുള്ള സമ്മിറ്റുകൾ നടക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സമ്മിറ്റ് നടന്നുകൊണ്ട് പഠിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 2024 നടന്ന ഒക്ടോബറിൽ നടന്ന സമ്മിറ്റിന്റെ വേദി. അടുത്തതായി ലാറ ദ ഇംഗ്ലണ്ട് ക്രോണിക്കിൾസ് പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ലാറ ആരാ? നിങ്ങൾക്കറിയാം, ബ്രെയിൻ ലാറ അല്ലെ? ബ്രെയിൻ ലാറ, ഫിൽ വാക്കർ. രണ്ടുപേരുണ്ട്, ബ്രെയിൻ ലാറയും ഫിൽ വാക്കറും കൂടിയിട്ടാണ് ലാറ ദ ഇംഗ്ലണ്ട് ക്രോണിക്കിൾസ് എന്ന പുസ്തകത്തിന്റെ രചയിതാക്കൾ. വാർ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ബോബ് വുഡ്വാർഡ്. ആരാണ്? ബോബ് വുഡ്വാർഡ് ആണ് വാർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. വാർ എന്ന് കേൾക്കുമ്പോൾ ബോംബ് ഓർത്താ മതി അല്ലെ? വാർ ബോംബ് അല്ലെ? വാർ ബോബ് വുഡ്വാർഡ് പഠിച്ചു വെക്കുക. മൗണ്ടെയിൻ മമ്മൽസ് ഓഫ് ദ വേൾഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മൗണ്ടെയിൻ മമ്മൽസ് ഓഫ് ദ വേൾഡ് MK രഞ്ജിത് സിംഗ് ആണ്. ഏത് ബുക്കിന്റെ രചയിതാവ്? മൗണ്ടെയിൻ മമ്മൽസ് ഓഫ് ദ വേൾഡ് രചിച്ചതാരാണ്? MK രഞ്ജിത് സിംഗ്. താങ്ക് യു ഗാന്ധി എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് കൃഷ്ണകുമാർ. താങ്ക് യു ഗാന്ധി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൃഷ്ണകുമാർ. മദർ മേരി കംസ് ടു മീ ചോദിക്കാൻ സാധ്യതകളാണ് അരുന്ധതി റോയ്. മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലെ? അരുന്ധതി റോയ് എഴുതിയ പുസ്തകമാണ്, ഓർമ്മക്കുറിപ്പാണ് അല്ലെ? മദർ മേരി കംസ് ടു മീ. സവ്യസാചിയായ കർമ്മയോഗി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് PS ശ്രീധരൻ പിള്ളയാണ്. PS ശ്രീധരൻ പിള്ള എഴുതിയ പുതിയ പുസ്തകത്തിന്റെ പേരാണ് സവ്യസാചിയായ കർമ്മയോഗി. അപ്പൊ ഒന്നുകൂടി നോക്കാം എന്തൊക്കെയാണ്. ലാറ ദ ഇംഗ്ലണ്ട് ക്രോണിക്കിൾസ് ബ്രെയിൻ ലാറയും ഫിൽ വാക്കറും കൂടിയിട്ട് എഴുതി. വാർ എന്ന പുസ്തകം എഴുതിയത് ബോബ് വുഡ്വാർഡ് ആണ്. മൗണ്ടെയിൻ മമ്മൽസ് ഓഫ് ദി വേൾഡ് എഴുതിയത് MK രഞ്ജിത് സിംഗ് ആണ്. താങ്ക് യു ഗാന്ധി എഴുതിയത് കൃഷ്ണകുമാർ ആണ്. മദർ മേരി കംസ് ടു മീ എഴുതിയതാരാണ്? അരുന്ധതി റോയ് ആണ്. സവ്യസാചിയായ കർമ്മയോഗി എഴുതിയതാരാണ്? PS ശ്രീധരൻ പിള്ളയാണ്. വിയറ്റ്നാം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ചോദിക്കാൻ സാധ്യതയുണ്ട്. വിയറ്റ്നാം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ലുവോങ് കുവോങ്. ആരാണ്? ലുവോങ് കുവോങ്. ആഹാ, നല്ല പേര് അല്ലെ? ലുവോങ് കുവോങ് വിയറ്റ്നാം പ്രസിഡന്റ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് ആര്? ഇനി അങ്ങോട്ടുള്ള പരീക്ഷയിൽ ചോദിക്കാനുള്ള വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വിജയ കിഷോർ രഹത്കർ. ഇദ്ദേഹമാണ് വിജയ കിഷോർ രഹത്കർ കേട്ടോ. പുതിയ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് വിജയ കിഷോർ രഹത്കർ. 9ാമത് അധ്യക്ഷയാണ് അവര്. 9ാമത്തെ ദേശീയ വനിതാ കമ്മീഷന്റെ 9ാമത്തെ അധ്യക്ഷയാണ് വിജയ കിഷോർ രഹത്കർ. ഹരിയാന മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? നയബ് സിംഗ് സെയ്നി. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ്, ആ നമ്പർ അടക്കം പഠിക്കുക, അതെന്നെ ചോദിക്കാറുണ്ട്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പഠിച്ചു വയ്ക്കുക. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് 51ാമത് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ബാക്കി ഇനി പഠിക്കാനുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഒക്ടോബർ മാസം കഴിഞ്ഞിട്ടില്ല, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പഠിച്ചത്രയും ഭാഗം നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്ത് കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓർത്തു വെക്കുക, വീണ്ടും ആലോചിച്ച് അത് തന്നെ മനസ്സിൽ ഒരിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ഹോളിൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ മറ്റു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.